നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെ സംബന്ധിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജൂലൈ മാസം 28 ചൊവ്വ രാശി മാറുകയാണ്. ജൂലൈ 28 തിങ്കളാഴ്ച. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ ചൊവ്വയുടെ കുറച്ച് കാലഘട്ടത്തിൽ ഫലം പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാറില്ല. അതിൻ്റെ ചൊവ്വയുടെ ചാരഫലം അധികം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് വരികയാണ്. അത് ചൊവ്വയുടെ ശത്രുക്ഷേത്ര രാശിയാണ്. മാത്രമല്ല, ശനി ദൃഷ്ടിയോട് കൂടിയിട്ട് ചൊവ്വ നിൽക്കുന്ന ഒരു സമയമാണ്. അത് വളരെ നിർണായക. ഒരു പാപനെ മറ്റൊരു പാപൻ നോക്കുക. ഇപ്പോൾ ശനിക്ക് വക്രമുണ്ട്. അതിപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ശനി വക്രത്തെയൊക്കെ പറ്റിയിട്ട് ധാരാളം ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വിശേഷമായിട്ടുള്ള ചില ഫലങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനത്ര കണ്ട് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ വിശേഷമായിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണത് പറയാത്തത്. ഭാവിയിൽ വേണ്ടി വന്നാൽ നമുക്ക് ഇടപെടാം എന്നുള്ളത് വാക്ക് തരണോ? അത് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുകയാണെങ്കിൽ. പിന്നെ ഇതിപ്പോൾ നമുക്ക് 27 നാളുകാരുടെയും ഫലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, ആഗോളതലത്തിൽ ഈ ചൊവ്വ ശനി പരസ്പര ദൃഷ്ടി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം. എല്ലാവർക്കും അറിയാം, പാപന്മാരിൽ വെച്ച് ഏറ്റവും പാപിത്വം കൂടുതലുള്ള 2 ഗ്രഹങ്ങളാണ് പരസ്പര ദൃഷ്ടിയിൽ വരുന്നത്. അത് പിന്നെ നമുക്ക് ഒന്നുകൂടി അതിനെ ചകഞ്ഞ് പരിശോധിച്ചാൽ ശനിക്ക് വക്രം വരുന്നു. വക്രംഗതയെ സ്വച്ഛബലം വിദദ്യാത് എന്നുണ്ട്. ശനിക്ക് വക്രം, ശനിക്ക് മാത്രമല്ല ഏത് ഗ്രഹത്തിനും വക്രം വരണത് നന്നു. പിന്നെ മാത്രമല്ല, ശനിയുടെ വക്രഫലത്തിൽ ഇത്തിരി ദോഷമാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെ പറയേണ്ടതില്ലാത്തത് കൊണ്ട് ഞാൻ അതിനോട് വിശദീകരിക്കുന്നില്ല. ശനിക്ക് ശുഭക്ഷേത്രത്തിൽ സ്ഥിതിയുണ്ട്, വ്യാഴക്ഷേത്രത്തിൽ സ്ഥിതിയുണ്ട്, വ്യാഴകേന്ദ്രമുണ്ട്. ചൊവ്വയാണെങ്കിൽ ശുഭക്ഷേത്രത്തിലേക്കാണ് വരുന്നതെങ്കിൽ പോലും, വ്യാഴകേന്ദ്രം ഉണ്ടെങ്കിൽ പോലും ആ ഗ്രഹത്തിൻ്റെ ശത്രുരാശിയാണ് കന്നി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരു ഗ്രഹം ഔഢ്യത്തിലോ ശത്രുഗ്രഹത്തിലോ ഒക്കെ നിൽക്കുന്ന സമയത്ത്, നീചത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് പൊതുവേ അനുകൂല ഫലം കൊടുക്കലില്ല. 48 ദിവസം മാത്രമാണ് ചൊവ്വ കന്നിയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ചൊവ്വയുടെ കാരകത്വം അറിയാലോ. അഗ്നി, ആയുധം, വൈദ്യുതി, സേനാധിപത്യം, മനോധൈര്യം, സഹോദരൻ, ഇവരൊക്കെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ ഈ രാശി മാറുന്നതോടനുബന്ധിച്ചിട്ട് നമ്മളെ അശ്വതി മുതൽ മീനം രാശിയിൽ വരെയുള്ള രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലാനുഭവമാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതോടുകൂടി തന്നെ ആഗോളതലത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ മേടം രാശിക്കാർ അല്ലേ, മേടം രാശി മുതൽ നമുക്കണ്ട് ആരംഭിക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന മേടം രാശിക്കാർക്ക് 6ലേക്കാണ് ചൊവ്വ വരുന്നത്. 5-ൽ നിന്ന് 6ലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ചൊവ്വ 6-ൽ നിന്നാൽ ഒരു ഫലമുണ്ട്. ഇവിടെ അതിൽ പ്രമാണമുണ്ട്. രിപുകലഹ നിവൃത്തിം രോഗശാന്തിം ചഷഷ്ഠേ വിജയമദധനാപ്തിം സർവകാര്യാനുകൂലം. അതായത് ചൊവ്വയ്ക്ക് 3, 6, 11 വളരെ ഇഷ്ടഭാവമാണ്. അപ്പോൾ 6-ൽ ചൊവ്വ വന്നാൽ മേടൻ രാശിക്കാർക്ക് വലിയ ദോഷമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശത്രുക്കളായിട്ടുള്ള സമവായം സംഭവിക്കുക, അതായത് വലിയ തർക്കത്തിലുള്ള കേസൊക്കെ ഉണ്ട് വെച്ചാൽ സമവായത്തിന് പറ്റിയ സമയമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അതിർത്തി തർക്കമോ ഭൂമി പ്രശ്നമൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ സമവായത്തിലൂടെ പരിഹരിക്കാൻ ഈ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അശ്വതി, ഭരണി, കാർത്തികൻ്റെ ആദ്യത്തെ 15 നാഴികളുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇതുവരെ തീരാത്ത കേസുകളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ ഒരു സമവായത്തിലൂടെ പരിഹരിക്കുക. രോഗശമനം, രോഗാദി ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ രോഗശമനം ഉണ്ടാവുക. സർവ്വകാര്യങ്ങളും വിജയത്തിലേക്ക് എത്തണ ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും ആനുകൂല്യത്തിൽ വരും. ധനപരവും ഉദ്ദിഷ്ടകാര്യ ജയമൊക്കെ ഈ ചൊവ്വയുടെ രാശിമാറ്റത്തിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ 7ര ശനി ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന കുറച്ച് കാലഘട്ടം, ഈ 48 ദിവസത്തോളമുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ശുഭാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് ചൊവ്വ രാശി മാറി ഉടനെ തന്നെ നമ്മളതൊക്കെ നോക്കുകയാണെച്ചാൽ വേഗം തന്നെ കാര്യം സാധിക്കും തന്നെയാണ് പറയാനുള്ളത്. പിന്നൊക്കെ അവനവൻ്റെ ജാതകഫലവും ദശാഫലമൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഒരു ആനുകൂല്യമുള്ള സമയം എന്നുള്ളത് നമ്മൾ വിചാരിക്കണം. കുറേ ആനുകൂല്യങ്ങളിൽ ഒരു ആനുകൂല്യം, അല്ലെങ്കിൽ കുറേ ദോഷത്തിൽ ഒരു ആനുകൂല്യം ഉള്ള സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇടവക്കൂറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാർത്തികയുടെ അവസാനത്തെ
3 പാദം, രോഹിണി നക്ഷത്രം, മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് അവർക്ക് 5-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ചൊവ്വ 5-ൽ സഞ്ചരിക്കുന്ന സമയത്ത് ജ്വരമനുചിത ചിന്താം പുത്രഹേതും വ്യഥാം വാ കലയതി കലഹം സ്വൈ പഞ്ചമേ ഭൂമിപുത്ര. ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനും പഠിക്കാനും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കൂടിയിട്ടാണ് കേട്ടോ ഈ ശ്ലോകങ്ങൾ. പിന്നെ എല്ലാറ്റിനും പറയുന്നതിന് ഒരു പ്രമാണം വേണമല്ലോ, അപ്പം അതിനൊക്കെ കൂടിയിട്ടാണ് പ്രമാണം പുരസ്സരം പറയണത്. അത് ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് അലോസരം തോന്നുന്നെങ്കിലും അത് സഹിച്ച് അത് ഇന്നതാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പോസിറ്റീവ് വശം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അത് എല്ലാറ്റിനും ഒരു പ്രമാണം, ഒരു നിയമം ആവശ്യമാണ്. ഈ 5-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയത്ത് വിട്ടുമാറാത്ത പനി, അത് മറ്റൊരു വിഷയം എന്താ വെച്ചാൽ ഈ പടർന്നു പിടിക്കുന്ന പനിക്ക് ഒക്കെ സാധ്യതയുള്ള ഒരു കാലാവസ്ഥയും നമ്മൾ അങ്ങനത്തെയാണ്. മാത്രമല്ല ഈ ചൊവ്വ പ്രത്യേകതരം പനികളൊക്കെ നമ്മൾ കേട്ടുകേൾവില്ലാത്തൊക്കെയുള്ള രീതിയിലുള്ള പനികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചേക്കാം കേട്ടോ. വിട്ടുമാറാത്ത പനി കൊണ്ടുണ്ടാകുന്ന ദോഷം, മാനസിക ദുഃഖം, മാനസിക പിരിമുറുക്കം, കുട്ടികൾക്ക് ദോഷം, അതായത് പുത്രദുഃഖാദി അനുഭവങ്ങൾ ഉണ്ടാവുക, പുത്രതുല്യരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ദോഷം, അതുകൊണ്ട് അവനവനുണ്ടാകുന്ന മാനസിക ദുഃഖമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ബുദ്ധിശൂന്യത, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാണ്ടിരിക്കുക. പ്രജ്ഞ, പ്രതിഭ, മേധ. പ്രജ്ഞ, സ്ഥിതബുദ്ധി. പ്രതിഭ എന്ന് പറയുമ്പോൾ നമ്മൾ വളർത്തിയെടുക്കുന്ന ബുദ്ധിവിശേഷം. മേധ, ധാരണാശക്തി. അപ്പോൾ ഈ കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഉചിതമായ ചിന്തകളിലൂടെ പോകണം, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ എതിർകക്ഷിയെ എങ്ങനെ നമുക്ക് പരാജയപ്പെടുത്താം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പലതരം കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ സംഗീതത്തിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും എല്ലാറ്റിലും കോമ്പറ്റീഷനാണ്. അപ്പോൾ ഉചിതമായ രീതിയിൽ നമ്മളെ എതിർകക്ഷിയെ നമ്മൾ നേരിടണം കേട്ടോ. അപ്പോൾ ബുദ്ധിശൂന്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അതേപോലെ തന്നെ ഉന്നതരോട് കലഹം, തന്നേക്കാൾ വലിയ ആളുകളോട് കലഹം ഉണ്ടാവുക, എന്നിട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുക. പോലീസ് കേസൊക്കെ സൂക്ഷിക്കണം, ഈ ഇടവക്കൂറുകാരെ സൂക്ഷിക്കണം കേട്ടോ. ഇനി നമുക്ക് മിഥുനക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ മകീരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അവർക്ക് 4-ലാണ്, കുടുംബസ്ഥാനത്തേക്കാണ്, സുഖസ്ഥാനത്തേക്കാണ് ചൊവ്വ രാശി മാറി വരുന്നത്. അപ്പോൾ അവർക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്ഥാനഭ്രംശം പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാത്സോസ്തയ ഭ്രംശ അധപതനം എന്നുള്ള. ധൈര്യേ ഭൗമോദനയതി ജയം സ്വർണഭൂഷാ പ്രമോദം സ്ഥാനഭ്രംശം രുചമരു ഉദരജം. രുചം ഉദരജം. ഉദരജം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ വേദന, വയറുവേദന എന്ന് പറയില്ലേ. ബന്ധു ദുഃഖം ചതുർത്ഥേ, അതിൻ്റെ അവസാനത്തെ ഒരു വരിയാണ് 4 ചൊവ്വ 4ത്തെ ഫലം പറഞ്ഞിട്ടുള്ളത്. സ്ഥാനഭ്രംശം രുചമുദരജം ബന്ധുദുഃഖം ചതുർത്ഥേ. ഇതൊക്കെ എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ പ്രമാണങ്ങളല്ലേ. മന്ത്രേശ്വരൻ്റെ അഭിപ്രായമാണ് അതൊക്കെ കേട്ടോ. മന്ത്രേശ്വരൻ എന്നൊരു മഹാമുനീശ്വരൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 4ലേക്ക് വരുന്ന സമയത്ത് എന്തുണ്ടാവും? ഇവിടെ സ്ഥാനഭ്രംശം, ഉദരരോഗം, ബന്ധുക്കളെ പറ്റിയിട്ടുള്ള ദുഃഖം, അമ്മയ്ക്ക് രോഗം, സുഖനാശം, വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാവുക, വാഹനഭയം. വിലപിടിപ്പുള്ള വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് മാത്രം അതൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 4-ൽ സുഖനാശം ഉണ്ടാക്കും. നമുക്ക് മനസ്സിനെ അലോസരപ്പെടുത്തുന്ന പല അനുഭവങ്ങളും ചൊവ്വയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഭ്രാതൃ സത്വാധികാരകോ അങ്കാരക, സത്വാധികാരകത്വം കൂടിയുണ്ട്. എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ട് നിശ്ചലമായി നിൽക്കുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഈ ചൊവ്വയ്ക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കർക്കിടകക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർക്കിടകക്കൂറുകാർക്ക് എന്താ? പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം. ഇതാണ് 2 നക്ഷത്രം ഇറങ്ങുന്ന കർക്കിടകക്കൂറുകാർക്ക് 3-ലാണ്. 3-ൽ നന്നു എന്ന് ഞാൻ പറയുകയുണ്ടായില്ലേ. ധൈര്യം എന്ന് പറയുമ്പോൾ 3-ാം ഭാവം. ആ ശ്ലോകത്തിൻ്റെ ഉത്തരാർദ്ധം കേട്ടോ ഞാൻ ആദ്യം ചൊല്ലിയത്. ധൈര്യം ഭൗമോജനയതി ജയം സ്വർണഭൂഷാ പ്രമോദം എന്നാണ്. വളരെ നല്ല ഫലമാണ് കൊടുക്കുക. സ്വർണ്ണാഭരണ ലാഭം, വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, വിവാഹ നിശ്ചയം പോലെയുള്ള കാര്യങ്ങൾ, അപ്പോഴൊക്കെയാണല്ലോ വിശേഷമായിട്ട് സ്വർണം കിട്ടുക. സ്വർണത്തിന് വലിയ വിലയാണ്, എന്നാലും സ്വർണം കിട്ടും കേട്ടോ. സർവ്വകാര്യ ജയങ്ങൾ സംഭവിക്കുക, എല്ലാ കാര്യത്തിലും ജയം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. സുഹൃത്തുക്കളും സഹോദരനും നിമിത്തം ഉണ്ടാകുന്ന അഭിമാനം, ഇതിനൊക്കെയുള്ള ഒരു ഇട കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റത്തിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ചിങ്ങക്കൂറിലേക്ക് പോവാം. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക.
അവർക്ക് 2ലേക്കാണ് വരുന്നത്. ജന്മത്തിൽ നിന്ന് ചൊവ്വ ഒഴിഞ്ഞ് 2ലേക്കാണ്. ജന്മത്തിൽ ചൊവ്വ നന്നല്ല അവർക്ക്, എന്നാൽ 2ലേക്ക് വരുന്നുണ്ട്. അതും അത്ര കണ്ടങ്ങട് നന്നല്ല. വിത്തേ ഭയമഭിഗിരാം ദോഷമർത്ഥക്ഷയഞ്ച എന്ന് പറഞ്ഞു. 2 ഭയം, വെറുതെ ഉണ്ടാകുന്ന മാനസിക ഭയങ്ങൾ, വാഗ്ദോഷം, എന്ത് പറഞ്ഞാലും അപകടമാവുക. നമ്മൾ നല്ലതാണ് പറഞ്ഞെങ്കിൽ പോലും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ട് നമ്മളോട് ശത്രുതയുണ്ടാവുക. അപ്പോൾ വാക്ക് വളരെ ശ്രദ്ധിച്ച് പ്രയോഗിക്കണം. അർത്ഥനാശം, ധനനാശം പറയുന്നുണ്ട്. അകാരണമായിട്ടുള്ള കലഹങ്ങളും, വാക്ക് നന്നല്ലാച്ചാൽ കലഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അകാരണമായിട്ടുള്ള കലഹങ്ങളും ധനനാശങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വയുടെ രാശിമാറ്റത്തെ വളരെ പേടിക്കണം കേട്ടോ. ഇനി കന്നിക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി, അതായത് ആദ്യത്തെ 30 നാഴിക എന്നർത്ഥം. അവർക്ക് ജന്മത്തിലാണ് വരുന്നത്. അതായത് കന്നിക്കൂറിലാണല്ലോ, കന്നിരാശിയിലേക്കാണല്ലോ ഇപ്പോൾ ഈ ചൊവ്വ വന്നിട്ടുള്ളത്. അപ്പോൾ അന്തശോകം സ്വജനവിരഹം രക്തപിത്തോഷ്ണരോഗം ലഗ്നേ എന്ന് എടുത്തു പറഞ്ഞു. അതായത് ജന്മത്തിൽ വരുമ്പോൾ ദേഹത്തിന് അനിഷ്ടതകൾ ഉണ്ടാവുക, മനോദുഃഖങ്ങൾ വരിക, മനസ്സിന് സന്തോഷമില്ലായ്മ, സ്വജനവിരഹങ്ങൾ, വളരെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവരുമായിട്ടുള്ള അകൽച്ചയോ, വളരെ അടുത്ത സുഹൃത്തുക്കളോടുള്ള അകൽച്ചയോ അല്ലെങ്കിൽ വിയോഗം തന്നെയോ എന്ന് പറഞ്ഞു. ശനി ദുഃഖകാരകനും മൃത്യുകാരകനായതുകൊണ്ട് വിയോഗ ദുഃഖം പോലെയുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കന്നിക്കൂറുകാരാണ്. വിയോഗ ദുഃഖം പോലെയുള്ള കാര്യങ്ങൾ, ബന്ധുക്കളുടെ വിയോഗ ദുഃഖം പോലെയുള്ള എട്ടനയെ പോലെ അനയനെ പോലെയൊക്കെ കാണുന്ന ആൾക്കാർ വിയോഗം കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, രക്തരോഗമുള്ള ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. രക്തത്തിന് അശുദ്ധിയുള്ള ആൾക്കാർ, രക്തദൂഷ്യമുള്ള ആൾക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഉഷ്ണരോഗം, ഉഷ്ണാധിക്യം, ഈ വ്രണം, കുരു ഇതൊക്കെ പറയാം, അതൊക്കെ സർജറി ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇതുകൊണ്ടുണ്ടാകാനുള്ള സാധ്യത ഈ കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്ക് തുലാക്കൂറിലേക്ക് പോവാം. തുലാക്കൂറിലേക്ക് എന്ന് പറഞ്ഞാൽ ചിത്രയുടെ അവസാനത്തെ 2 പാദം, ചോതി നക്ഷത്രം, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദം 12. അപ്പോൾ അവർക്ക് ഈ 12 എന്ന് പറയുമ്പോൾ ദുഷിച്ച സ്ഥാനമാണ്. ഏറ്റവും ദുഷിപ്പ് 6, 8, 12 അല്ലേ. അപ്പോൾ ഈ 12 വരണ സമയത്ത് ഭൗമേഘേഡോ ഗോചരേ ദ്വാദശസ്തോ ദ്രവ്യച്ഛേദൈ താപ ഉഷ്ണാമയാദ്യൈ. ഉഷ്ണാമയം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന, ഉഷ്ണാമയം എന്ന് പറയുമ്പോൾ ഉഷ്ണം രോഗമുണ്ടാകുന്ന, ഉഷ്ണരോഗം നിമിത്തം ഉണ്ടാകുന്ന ദുഃഖം, അതായത് ഈ വ്രണം, കുരു പോലെയുള്ള സാധനങ്ങളാണ് ഉഷ്ണരോഗത്തിൽ വരുന്നത്. അത് സർജറി ചെയ്യുക, അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ, ആശുപത്രി കേസ്, അതുകൊണ്ടുണ്ടാകുന്ന വലിയ ധനനഷ്ടങ്ങൾ, മനോദുഃഖങ്ങൾ, വലുതായിട്ടുള്ള വീഴ്ച, അതിസാഹസം നിമിത്തമുണ്ടാകുന്ന ആപത്തുകൾ, ഇതൊക്കെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 12 ചൊവ്വ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്ക് വൃശ്ചികക്കൂറിലേക്ക് പോയി കഴിഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, അതാണ് 11. അവർക്ക് 11 ഇഷ്ടഭാവമാണെന്ന് ഞാൻ പറയണ്ടായി. 11 നല്ലതാ. ദ്രവ്യരോഗോ ക്ഷേത്രവൃദ്ധിം ച ലാഭേ. ലാഭം എന്ന് പറയുമ്പോൾ 11ാം ഭാവം. അപ്പോൾ ആരോഗ്യം ഉണ്ടാവുക, ഭൂമിലാഭം, ഭൂമികാരകത്വം ചൊവ്വയ്ക്കുള്ളത് കൊണ്ട് ഭൂമിലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക. അപ്പോൾ ഈ വസ്തു വിൽറ്റ് കാശ് കിട്ടേണ്ട ആൾക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം കേട്ടോ. അപ്പോൾ ഒരു ഭൂമി വിൽക്കുക, അല്ലെങ്കിൽ ഭൂമി മേടിക്കുക, മറച്ച് വിൽക്കുക, അതിലൊക്കെ പറ്റും. ആരോഗ്യപുഷ്ടി ഉണ്ടാവും, ധനലാഭം ഉണ്ടാവും, സർവകാര്യസിദ്ധി ഫലമുണ്ട്. അപ്പോൾ 3, 6, 11 ചൊവ്വ അനുകൂല ഫലമാണെന്നുള്ളത് വരും കേട്ടോ. ഇനി നമുക്ക് ധനുക്കൂറിലേക്ക് പോവാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ധനുരാശി. ധനുരാശിയിലുള്ള ആളുകൾക്ക് 10ലേക്കാണ് ചൊവ്വ വരുന്നത്. ദുശ്ചേഷ്ടാം വാ കർമ്മവിഘ്നം ശ്രമാഘേഖം എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ദുഷ്പ്രവൃത്തി ചെയ്യേണ്ട സാഹചര്യം, മറ്റുള്ളവരെ ഒറ്റി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് അവരെ തമ്മിൽ അലോഗ്യമാക്കുക, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവനവൻ്റെ കയ്യിൽ വന്ന അബദ്ധം കൊണ്ട് മറ്റുള്ളവർക്ക് ആപത്തുണ്ടാവുക. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവന് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. തൊഴിൽ തടസ്സങ്ങളുണ്ടാവുക,
വിദേശത്തേക്ക് പോയിട്ട് അവിടെ അപകടത്തിൽ പെടുക പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോലിയുണ്ട്, ജോലിക്ക് പോയി അവിടെ പോയിട്ട് വിസ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ട സാഹചര്യം, ലോക്കാവേണ്ട സാഹചര്യം, അന്യദേശത്ത് വെച്ച് ബന്ധനത്തിലാവേണ്ട സാഹചര്യം, കാര്യതടസ്സങ്ങളും രാജകോപങ്ങളും, വിലപ്പെട്ട രേഖകൾക്ക് ദോഷം സംഭവിക്കുക പോലെയുള്ള കാര്യങ്ങളും രാജകോപങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് മകരം രാശിയിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. അവർക്ക് മകരക്കൂറാണ്, അവർക്ക് 9ലേക്കാണ് ചൊവ്വ വരുന്നത്. സകല ജനവിരോധങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ ഒരു വിഷയമാണ് അത് മകരം രാശിക്കാരെ സംബന്ധിച്ച്. 9ലെ ചൊവ്വ ഇത്തിരി കേടുപാടുകളൊക്കെ ഉണ്ടാകും. നവമ സംസ്ഥിതേ പരിഭവോ അർത്ഥനാശാദിഭി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുജേ നവമസ്ഥിതേ, അത് നമ്മൾ വളരെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. കുജേ നവമസ്ഥിതേ പരിഭവോ അർത്ഥനാശാദിഭി എന്ന് പറഞ്ഞു. അതായത് ജനവിരോധം, ഒരു പറ്റം ജനങ്ങൾ നമുക്ക് എതിരെ തിരിഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തേണ്ടതായ സാഹചര്യം, ധനനഷ്ടാദികളും ആപത്തുകളും കാര്യപരാജയങ്ങളും, ശരീരത്തിന് ബലക്കുറവ്, ഈ സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ ഉള്ള ആൾക്കാർ, അപ്പോൾ പ്രഷറൊക്കെ കൂടുതലുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. രക്തദൂഷ്യം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, രക്തം ദുഷിച്ചതുകൊണ്ടും രക്തത്തിലെ കൗണ്ട് കുറഞ്ഞതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കൗണ്ട് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട് ഇവർ കാണാം. ഇനി നമുക്ക് കുംഭക്കൂറിലേക്ക് വരാം. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം നക്ഷത്രം, പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക്, അവർക്ക് അഷ്ടമത്തിലാണ് ചാരവശാൽ ചൊവ്വ സഞ്ചരിക്കുന്നത്. ജ്വരം വലുതായിട്ടുള്ള പനി, അതേപോലെ തന്നെ രുചഹിതം, അതായത് അനുകൂലമല്ലാതെയുള്ള രോഗം എപ്പോഴും അനുകൂലമാവാറില്ല. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്ന ചില രോഗങ്ങൾ, വലുതായിട്ടുള്ള പനി, ഈ പനി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. രക്തസംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ, വിളർച്ച, ധനനാശം, മാനനഷ്ടം തുടങ്ങിയിട്ടുള്ള അരിഷ്ടതകൾ ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിഗത വിത്തമാനോ അഷ്ടമേ എന്നാണ്, അതായത് മാനനഷ്ടം ഉണ്ടാവുക, അതായത് ക്ഷതം മുറിവുണ്ടാവുക, അത് ഈ രക്തം ദുഷിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. രക്തകാരകത്വം ചൊവ്വയ്ക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ളതായ സാഹചര്യം വന്നിട്ടുള്ളത്. മാത്രമല്ല രോഗസ്ഥാനം കൂടിയിട്ടാണ് അഷ്ടമഭാവം. ഇനി മീനക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, മീനക്കൂറിലേക്ക് പൂരോരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഇവർക്ക് 7ലേക്കാണ്. അപ്പോൾ പരസ്പര ദൃഷ്ടി, ലഗ്നത്തിൽ ശനിയുണ്ട്, അവർക്ക് ജന്മശനിയുണ്ട്, 7 ചൊവ്വയുണ്ട്. കളത്ര കലഹാക്ഷിരുകേ ജഠര രോഗകൃൽ സപ്തമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജഠരരോഗം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ജഠരം, ഉദരം വയറുവേദന പോലെയുള്ള രോഗങ്ങളാണ് ജഠരരോഗം. അതേപോലെ തന്നെ അക്ഷിരോഗം എന്ന് പറയുമ്പോൾ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ, വലുതായിട്ടുള്ള കലഹം നിമിത്തമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്യാദികളാൽ പ്രയാസപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ വികലകാരകനായിരിക്കുന്ന അല്ലെങ്കിൽ വികലാംഗകാരകനായിരിക്കുന്ന ശനിയും ദൂഷ്യകാരകത്വം, അതായത് രക്തദൂഷ്യം പോലെയുള്ള അല്ലെങ്കിൽ ഭൃത്യകാരകത്വം ഉള്ള ശനിയും ചൊവ്വയും, അതായത് ചൊവ്വയ്ക്ക് സഹോദരകാരകത്വം പറഞ്ഞിട്ടുണ്ട്, സത്വകാരകത്വം പറഞ്ഞിട്ടുണ്ട്, സേനാകാരകത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൃത്യനും സേനയും തമ്മിലുണ്ടാകുന്ന കലഹം, അതായത് മുതലാളിമാരെ അടിമകൾ ഉപദ്രവിക്കുക, അതായത് അത് പണ്ടത്തെ ഒരു വാക്യമാണ്. ഇപ്പം ഇന്ന് അടിമകളും ഉടമകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഈ തൊഴിലാളി യൂണിയനും മുതലാളിയും തമ്മിലുള്ള കലഹം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾ, അവരുടെ ഭൃത്യന്മാർ, അവരുടെ ജോലിക്കാർ, ഭൃത്യന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിക്കാർ,
അവർക്കെതിരെ തിരിയുന്നതായ സമയം. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട മുതലാളിമാരെ കണ്ടുവച്ചാൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തന്നേക്കാൾ ബലക്കുറവുള്ള ആളുകൾ തനിക്കെതിരെ തിരിയാനുള്ളതായ എല്ലാവിധ സാഹചര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. അതേപോലെ തന്നെ വലുതായിട്ടുള്ള കേസ് കൂട്ടങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. ചതി പറ്റാനുള്ള സാധ്യതകളും മാനനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകളും വലിയ ധനനഷ്ടങ്ങളും ധനം ഫ്രീസ് ചെയ്ത് വയ്ക്കുക, തടഞ്ഞു വയ്ക്കുക പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയും സാധ്യത ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കന്നിക്കൂറുകാരും മീനക്കൂറുകാരും വളരെ ശ്രദ്ധിക്കണം. കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയാണ്, മീനക്കൂറുകാർക്ക് ജന്മശനിയാണ്. പോരാത്തതിന് ഈ ചൊവ്വയുടെ രാശിപ്പകർച്ച വളരെയധികം ആപത്തും ഉണ്ടാവും. ഇനി ആഗോളതലത്തിലേക്ക് ഈ ചൊവ്വയുടെയും ശനിയുടെയും പരസ്പര ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ വലുതായിട്ടുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ, അതേപോലെ തന്നെ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പം, ജലയാനങ്ങൾക്ക് ഉണ്ടാകുന്ന ആപത്ത്, ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് ജലയാനങ്ങൾ ആപത്തിൽപ്പെടുന്ന സാഹചര്യം കാണുകയുണ്ടായി. അതേപോലെ വൈദ്യുതിയിൽ നിന്നും മിന്നലിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ വളരെയധികം ആളുകൾ ശ്രദ്ധിക്കണം. പിന്നെ പോരാത്തതിന് നമ്മുടെ കാലാവസ്ഥയും മഴക്കാലമൊക്കെ ആവുക കാരണം കൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ലോകത്തിലെ എല്ലായിടത്തും ഒരേ കാലാവസ്ഥയല്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയതുകൂടി കൊണ്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. യുദ്ധഭീതി, അയൽ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധഭീതി, കൃഷിനാശം, അനാവൃഷ്ടി നിമിത്തം അധികം മഴ പെയ്തതുകൊണ്ടുണ്ടാകുന്ന കൃഷിനാശങ്ങൾ, അതേപോലെ തന്നെ രാജാക്കന്മാർക്കും സേനയ്ക്കും നാശം സംഭവിക്കുക, ഇതൊക്കെയാണ്. കാരണം ഈ ശത്രുക്ഷേത്രസ്ഥിതിയും ശനിയുടെ ദൃഷ്ടിയൊക്കെ വന്നതുകൊണ്ടാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ തുല്യ ശക്തികൾ തമ്മിലുള്ളതായ പോരാട്ടങ്ങൾ, അതുകൊണ്ട് ആഗോളതലത്തിലുണ്ടാകുന്ന ധനനാശങ്ങൾ, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നിരുന്നാലും ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ ആഗോളതലത്തിൽ ഈ ചൊവ്വയുടെയും ശനിയുടെയും പരസ്പരം ദൃഷ്ടി കൊണ്ടുണ്ടാകും എന്നുള്ള ഒരു അനുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരം വിഷയങ്ങൾ, ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ദൈവജ്ഞൻ എന്ന നിലയ്ക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം വിലയിരുത്തി നിങ്ങളെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, അതാണ് വേണ്ടത്. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു പുതിയ വിഷയങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരെയായിരിക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.